പച്ച പാവയ്ക്കയുടെ കയ്പ്പ് നമ്മൾ ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ എത്രയോ മടങ്ങ് കയ്പ്പുള്ളതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കയ്പ്പുള്ള വസ്തു. ഇതിൻ്റെ പേരാണ് ഡെനറ്റോണിയം ബെൻസോയേറ്റ്. ഈ ഒരു കോമ്പൗണ്ട് നിർമ്മിച്ചത് T&H സ്മിത്ത് എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയാണ്. 1958 സ്കോട്ട്ലാൻഡിലാണ് നിർമ്മിച്ചത്. വിട്രിക്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ വസ്തു ഏറ്റവും കയ്പ്പുള്ള വസ്തു എന്ന് പറയുന്നത് ചുമ്മാതെയല്ല, ഇതിന് വളരെയധികം ഉപയോഗമുള്ള വസ്തുവാണ്. ഉള്ളിൽ ചെല്ലുകയോ അല്ലെങ്കിൽ വിഴുങ്ങാൻ ചാൻസ് ഉള്ള സാധനങ്ങളിലെല്ലാം ഈ വിട്രിക്സ് എന്ന് പറഞ്ഞ വസ്തു കോട്ട് ചെയ്താണ് കൊടുക്കുന്നത്. ഇത് കാരണം കുട്ടികളോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഇത് വിഴുങ്ങാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഡെനറ്റോണിയം ബെൻസോയിൻ്റെ കയ്പ്പിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ 0.05 ppm വാല്യൂവിൽ പോലും നമുക്ക് ഡെനറ്റോണിയം ബെൻസോയിറ്റിൻ്റെ കയ്പ്പ് അറിയാം എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 10 ppmൻ്റെ മുകളിലൊന്നും ഇതിൻ്റെ കയ്പ്പ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഈ വിട്രിക്സ് എന്ന വസ്തു നിൻറ്റൻഡോ സ്വിച്ച് ഗെയിമിൻ്റെ കാർഡുകളിൽ ഉപയോഗിച്ചിരുന്നു. വയൽ വെക്കുമ്പം തന്നെ കയ്പ്പ് കാരണം കുട്ടികളത് തുപ്പിക്കളയുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് കുട്ടികൾ വിഴുങ്ങി തൊണ്ടയിൽ കുടുങ്ങാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ വിട്രിക്സ് എന്ന വസ്തു നെയിൽ പോളിഷ് അതേപോലെ വാർണിഷിലൊക്കെ യൂസ് ചെയ്യുമായിരുന്നു, നഖം കടിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി. അതുപോലെ തന്നെ കുട്ടികളും മൃഗങ്ങളും ഒക്കെ കഴിക്കാനോ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാൻ സാധ്യതയുള്ള ആൻറ്റി ഫ്രീസ്, വിൻഷീൽഡ് വാഷർ ഫ്ലൂയിഡ് എന്നീ വസ്തുക്കളിലെല്ലാം ഈ വിട്രിക്സ് ചേർത്തിട്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഇത് റാറ്റ് പോയിസണകത്തും യൂസ് ചെയ്യും എന്നാണ് അറിയപ്പെടുന്നത്, ഹ്യൂമൻസ് കൺസ്യൂം ചെയ്യാതിരിക്കാൻ വേണ്ടി. കുട്ടികൾ വിഴുങ്ങാതിരിക്കാൻ വേണ്ടി പല ലിഥിയം ബട്ടൺ സെല്ലുകളും ഈ ഡെനറ്റോണിയം ബെൻസോയേറ്റ് കോട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ വരുന്നത്.